ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ATMലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് ദുബായിൽ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രക്കിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് ട്രക്കിന് കൊടുക്കാനുള്ള പൈസ മാത്രമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരും. ഫൈനലി നമ്മുടെ ബോട്ടായിട്ടുള്ള ട്രക്ക് എത്തിയിട്ട് നമ്മുടെ അവിടെ. അപ്പോൾ ദുബായിൽ നിന്ന് ഏകദേശം 2 ദിവസമായിട്ടുണ്ട് അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ട്. അപ്പോൾ ഇന്നലെ മിഡ്നൈറ്റാണ് അവർ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയത്. അത് കഴിഞ്ഞ് അവരവിടെ പാർക്ക് ചെയ്തു. രാവിലെ നമ്മളെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടേക്ക് പോയിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് വലിയ ട്രക്കാണ് കേട്ടോ. പക്ഷേ ആൾ ഓടിക്കണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചെറിയ വണ്ടി ആൾ ഓടിക്കണേന്നുള്ളത്. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രൈവറായിരിക്കും. അപ്പോൾ ഇന്നലെ ആൾ രാത്രി എത്തി, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. രാവിലെ നമ്മൾ പോയി ആളെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ പുതിയ ബോട്ട്. ഓ, ആ ട്രക്കിൻ്റെ വലിപ്പം നോക്കി. ഇത്രയും വലിയ ബോട്ട് കിടന്നിട്ടും അത്രയും സ്പേസ് ബാക്കിയാണ്. അതേപോലെ ഈ വണ്ടി ഓടിക്കുന്ന ആളെയും ശരിക്ക് സമ്മതിക്കണം. കാരണം അത്രയും ചെറിയ റൂട്ടിൽ, ഇപ്പം ഞങ്ങളുടെ അവിടേക്ക് മെയിൻ റൂട്ടിൽ നിന്ന് ഞങ്ങളുടെ അവിടേക്ക് തിരിയണ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ റോഡല്ല. പക്ഷെ അതുമാത്രമല്ല, കുറേ റൗണ്ട് അപ്പൂട്ട് ഉണ്ട്. അപ്പോൾ അതിലെ ഈ വണ്ടിയും കൊണ്ട്, ഇത്രയും വലിയ വണ്ടി കൊണ്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കണ ആളെ. അതുപോലെ ഈ ബോട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടാണ്. അപ്പോൾ അതിൽ ബോഡി മാത്രമേ ഉള്ളൂ. നമ്മൾ പറയില്ല, ഇപ്പോൾ നമ്മളൊരു ഈ എന്താ പറയുക, ബസ് അങ്ങനത്തേക്ക് വാങ്ങിക്കുമ്പോൾ ചെയ്സ് മാത്രം കിട്ടുന്ന പോലെ ഇതിലിപ്പോൾ ബോഡി മാത്രമേ ഉള്ളൂ. ഇതിൽ എൻജിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇലക്ട്രിക് വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ബോഡി മാത്രം. അത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വേണം, ഇവിടെ വന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള ഇതുകളൊക്കെയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു ബോട്ടാണ് കേട്ടോ. ഈ ബോഡിക്ക് മാത്രം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 58-59 ലക്ഷം രൂപ വരും. അത് കൂടാണ്ട് ഇനി രണ്ട് എൻജിൻ തന്നെ അത്രയ്ക്കും. ഇവിടുത്തെ ഏകദേശം ഒരു 10, എനിക്ക് തോന്നണത് എൻ്റെ ഒരു ഇതിൽ 10-12,000-13,000 KD ഒരു എൻജിന് വരും. അത് 10,000 KD എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ഒരു 20-30 ലക്ഷം രൂപയുടെ 30 ലക്ഷം രൂപയുടെ അടുത്തായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇലക്ട്രിക് വർക്കുകൾ ഇതൊക്കെയും വരുമ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിയുമ്പോൾ ഏകദേശം ഒരു കോടിയുടെ അടുത്ത് എല്ലാ വർക്കുകളും കഴിഞ്ഞിറങ്ങുമ്പോൾ വരും. കാരണം അത് 2 എൻജിൻ എന്തായാലും ഉണ്ട്. ചിലപ്പോൾ അത് 4 ആയിരിക്കാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഇലക്ട്രിക് വർക്കുകളും പിന്നെ അതിൻ്റെ ബാക്കി പിന്നെ സ്റ്റിക്കർ വർക്ക് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. ഇവിടെ ഏകദേശം ഒരു ലെക്സസൊക്കെ വാങ്ങിക്കണേക്കാളും കൂടുതൽ പൈസ ഇത് പണി കഴിഞ്ഞിറങ്ങുമ്പോൾ വരും. അതിനേക്കാളും കൂടുതൽ പൈസ. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രെയിൻ ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെയിൻ അതായത് വലിയ ഹുക്കുള്ള ക്രെയിൻ വേണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ കാണുന്ന 2 സ്പേസിലാണ് നമുക്ക് എൻജിൻ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാണ് ഒരു 2 സ്പേസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമുക്കിനി എൻജിനൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇത് ബോട്ട് ഇറക്കണേക്കാളും മുമ്പ് മുകളിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് വല്ല സ്ക്രാച്ചോ അല്ലെങ്കിൽ വല്ല ഡാമേജോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ക്രെയിനിൽ നിന്ന് ട്രക്കിൽ നിന്ന് ബോട്ട് നമ്മളുടെ സ്പേസിലേക്ക് ഇറക്കണ വരയ്ക്കും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറക്കിയിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സമ്മതിക്കണമെന്നില്ല.
അപ്പോൾ അതിന് മുമ്പ് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് പുതിയ ബോട്ടാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വേണം ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ക്രെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാം. വേറെ സീനൊന്നുമില്ല. കാരണം ഇതിൽ എല്ലാതും പറഞ്ഞില്ലേ, ഒന്നും സെറ്റ് ചെയ്യാത്ത കാരണം എന്തെങ്കിലും വല്ല ഡാമേജ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് പറ്റില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് ഇറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിലിപ്പോൾ സ്ക്രീനോ ഒന്നുമില്ല. വണ്ടി ഇത് ഫ്രഷാണിത്. ടോയ്ലറ്റായാലും ഒന്നും എല്ലാ സാധനങ്ങളും അതിൽ തന്നെ ഇരിക്കുക. ഒന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുറന്നു നോക്കി എന്തെങ്കിലും പൊട്ടലുകളോ ഡാമേജുകളോ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം ചെയ്യാൻ വെച്ചാൽ. കാരണം അതൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് വന്ന് ശരിയാക്കാനും അതിനൊന്നും എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെയും ചെക്ക് ചെയ്തിട്ട് അതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഡാമേജ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊക്കെയും ചെക്ക് ചെയ്തു. അപ്പോൾ ഇനി ക്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്രെയിൻ എത്തിയിട്ടാണ്. ക്രെയിൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വലിയ ഹുക്കുള്ള ക്രെയിനാണ് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത്. കാരണം അതുകൊണ്ട് ഇത് ഇറക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഹെവി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ അത് ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹെവി ആയിട്ടുള്ളൊരു ഇത് വേണം. അപ്പോൾ ബോട്ടിൻ്റെ അടുത്തിട്ടു. ഇനി അത് ഇറക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സൈഡിലും അവർ ഒരു വള്ളി പോലത്തെ ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ അതായത് ഈ കാണുന്നത്. അപ്പോൾ ഇത് 2 സൈഡിലും ഇടും. 2 സൈഡിലിട്ടിട്ട് ഒരു പൈപ്പ് ക്രെയിനിൽ കണക്ട് ചെയ്തിട്ട്, ഹുക്കിൽ കണക്ട് ചെയ്തിട്ട്, ഇത് എന്താ പറയുക, എന്തോ മെറ്റീരിയൽ എനിക്കറിയില്ല, ഒരു തുണി പോലത്തേക്കുള്ളൊരു മെറ്റീരിയലാണത്. അപ്പോൾ ബാക്കിയൊക്കെയും മെറ്റലാണ്, ഇരുമ്പിൻ്റെയാണ് ബാക്കിയൊക്കെയും വരുന്നത്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിൽ കണക്ട് ചെയ്തിട്ട് 2 സൈഡിലേക്കും അത് എന്താ പറയുക, 4 വള്ളിയുണ്ട്. 4 വള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുമ്പിൻ്റെ. അത് ഈ 4 സൈഡിലും, ഈ സൈഡിൽ രണ്ട് ഹുക്കുണ്ട്, അപ്പർ സൈഡിൽ 2 ഹുക്കുണ്ട്. അപ്പോൾ അങ്ങനെ അത് ലോഡ് ചെയ്തിട്ട് വയ്ക്കും. അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഉയർത്തിയിട്ട് ആ ട്രക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ട്രക്ക് എടുത്തിട്ട് ആണ് അത് താഴത്തേക്ക് ഇറക്കുക. സംഭവം എന്താ പറയുക, വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഈ ബോട്ട് ട്രക്കിൽ നിന്ന് ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ ക്രെയിൻ വേണമെന്ന് മാത്രം. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് പൊന്തിക്കുക, ട്രക്ക് ഫ്രണ്ടിലേക്ക് എടുക്കുക, ഇറക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ട്രക്കിൽ നിന്ന് നമ്മുടെ ബോട്ട് നിലത്തിറക്കി. ഇനിയിപ്പോൾ ജസ്റ്റ് അവിടെ എന്തെങ്കിലും സപ്പോർട്ട് വെച്ചിട്ട് അതിന് വീലുണ്ട്. അതായത് വീലെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടുണ്ട്, അതിലേക്ക് അത് വെച്ചു. ഇനി അത് അവർ പറയണ ബോട്ട് ഇറക്കാൻ വേണ്ടി അവർ കണക്ട് ചെയ്തിട്ടുള്ളതൊക്കെയും റിമൂവ് ചെയ്യുക. അവരുടെ പരിപാടികളൊക്കെയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രക്ക് തിരിച്ചു പോവാണ്. അയാൾ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അയാൾക്ക് എല്ലാം സെറ്റിൽമെൻറ്റും നമ്മൾ ചെയ്തു. അയാൾക്ക് ഉള്ളത് പൈസയും എല്ലാം കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ അയാളിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അയാൾ പോയി. ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോൾ JCB മറ്റേ എന്താ പറയുക, ക്രെയിനും അവരെ ടൂൾസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. സക്സസ്സായിട്ട് നമ്മുടെ ബോട്ട് ദുബായിൽ നിന്ന് 2 ദിവസം ട്രാവൽ ചെയ്ത് നമുക്കിവിടെ എത്തി. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ബോട്ട് ഇറക്കാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ കൊണ്ടിറക്കിയത്. അപ്പോൾ ഇനി നമുക്കത് ഇവിടുന്ന് മാറ്റിയിടണം. കാരണം ഇനി ഇത് വർക്ക് ചെയ്യാൻ സുഖം വേറെ സ്പേസ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബോട്ടുകളൊക്കെയും പണിയാറ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് അവിടേക്ക് മാറ്റും. അതായത്
ഒരു 1.8 ഉണ്ട്. മറ്റേ എന്താ പറയുക, ഷവർലെറ്റിൻ്റെ സിൽവറാഡ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. അതാണ് ഞങ്ങൾ ബോട്ട് ഇറക്കാനും കടലിലേക്ക് ഇറക്കാനും കയറ്റാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി. അപ്പോൾ അത് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വലിച്ച് അപ്പുറത്ത്, അതായത് വേറെ സ്പേസ് ഉണ്ട് അവിടെ കൊണ്ട് ഇടും. കാരണം വർക്കേഴ്സ് വരുമ്പോൾ അതിൻ്റെ എൻജിനും ഇലക്ട്രിക് വർക്കിനൊക്കെ വരുമ്പോൾ അവിടെയാണ് ചെയ്യാൻ സുഖം. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാനത് ബോട്ട് അവിടേക്ക് കൊണ്ടിടുക. ആദ്യം ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ബോട്ട് നേരെ ഓപ്പോസിറ്റ് പോകും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തലവേദന പിടിച്ച കേസായിരുന്നു വന്ന സമയത്ത് കേട്ടോ. അതായത് ഒരു ഏകദേശം ഞാൻ ഇപ്പോൾ ഇവിടെ കുവൈറ്റിലായിട്ടൊരു 11-12 വർഷമാവാറായി. ആ സമയത്തൊക്കെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അതൊന്നുമില്ല, ഈസിയാണ്. എത്ര ഹെവി ബോട്ടായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് റിവേഴ്സ് വന്നിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് അർബാനയിലേക്ക് അത് കറക്റ്റ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കയറ്റി വെച്ച് പിന്നെ ലോക്ക് ചെയ്ത് ഇവിടുന്ന് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നമ്മളവിടേക്ക് മാറ്റിയിടും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെയും ചെയ്യുക. അപ്പോൾ അത് പക്ഷേ കുറച്ച് സമയമെടുക്കും അതൊക്കെ ചെയ്ത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ കാറിനൊക്കെയുള്ള പോലെ പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റൊക്കെ ശരിയായതിന് ശേഷം മാത്രമാണ് നമുക്ക് കടലിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ചേസ് നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും കൊടുത്തിട്ട് പെർമിറ്റ് അടിച്ചിട്ട് വേണം നമുക്ക് പിന്നെ കടലിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ബോസിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആണ്. അതല്ലാണ്ട് ഇപ്പോൾ വേറെ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾക്ക് 3 ബോട്ട് ഇവിടെ ഞങ്ങളുടെ ഗാരേജിൽ കിടക്കുന്നുണ്ട്. അത് കൂടാണ്ട് മെറീന എന്ന് പറഞ്ഞിട്ട് ഈ ബോട്ടുകളൊക്കെയും ഒരു ബീച്ചാണ്, അവിടെ ബോട്ടുകളൊക്കെയും പാർക്കുന്നത്. അവിടെ 2-3 വേറെ ഉണ്ട്. ഇതിപ്പോൾ ബ്രാൻഡ് ന്യൂ ആണ്. വളരെ എൻജോയ്മെൻറ്റ്. അപ്പോൾ ആ കാണുന്ന സ്പേസിലേക്കാണ് ഇത് മരങ്ങൾ നിൽക്കണില്ലേ, ആ സ്പേസിലേക്കാണ് നമ്മൾ ഈ ബോട്ട് ഇടുക. നമ്മൾ റിവേഴ്സ് വെച്ചിട്ടാണ് ശരിക്കും അതിലേക്ക് പാർക്ക് ചെയ്യുക. അത് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ മോണിറ്ററും അതേപോലെ തന്നെ ഇലക്ട്രിക് വർക്ക്, ടോയ്ലറ്റ്, അതുപോലെ തന്നെ കുറേ സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട് അതിൻ്റെ. പിന്നെ അതുപോലെ ഷവർ, അങ്ങനെ പിന്നെ അതിൻ്റെ എൻജിൻ, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ബഹറിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ദുബായിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ അത് വന്നിട്ട് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യും ഇവിടെ വെച്ചിട്ട്. അപ്പം ഞാനതനുസരിച്ചിട്ട് ഇതെല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോയും ചെയ്യാം. ഇതാണ് നമ്മൾ കറക്റ്റ് പാർക്ക് ചെയ്തിട്ടുള്ള സ്പേസ്.